ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷീനൂസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 3kg വരുന്ന ഒരു 3 ടയർ വെഡ്ഡിങ് ആനിവേഴ്സറി കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഗോൾഡ്, വൈറ്റ്, റെഡ് ഇങ്ങനെ 3 കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബേസായിട്ട് കൊടുത്തിരിക്കുന്നത് വാനില സ്പോഞ്ചാണ്. അതുപോലെ എയർ ബ്രഷ് ഇല്ലാതെ തന്നെ എങ്ങനെ ഒരു ഗോൾഡൻ എഫക്റ്റ് കേക്ക് കൊടുക്കാമെന്നുള്ളതും ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ 3 വാനില ബേസാണ് ചെയ്തിട്ടുള്ളത്. 9 ഇഞ്ചിലും 7 ഇഞ്ചിലും 5 ഇഞ്ചിലും. അപ്പോൾ ഓൾറെഡി ഞാൻ വാനില കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ 9 ഇഞ്ചിൽ 6 എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു ബാറ്ററാണ് ചെയ്തെടുത്തത്. അത് ഞാനൊരു 3 ലെയറായിട്ടും 7 ഇഞ്ചിലും 5 ഇഞ്ചിലും ചെയ്തത് 4 എഗ്ഗും 2 എഗ്ഗും വെച്ചിട്ടുള്ള ബാറ്ററാണ്. അപ്പോൾ അതിന് ഞാനൊരു 4 ലെയേഴ്സായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഞാനൊന്ന് ലെയർ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ലെയർ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാനിതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ കേക്കിൻ്റെ ഏറ്റവും ബോട്ടം ലെയറിലും അതുപോലെ തന്നെ ടോപ്പ് ലെയറിലും കൊടുക്കാനുള്ള ക്രീം കളർ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഷെഫ് മാസ്റ്ററിൻ്റെ മെറ്റാലിക് ഗോൾഡ് കളറാണ് എടുത്തിട്ടുള്ളത്. അതൊരു 3-4 ഡ്രോപ്പ് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ക്രീം നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കളർ ചേർത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ബോട്ടം ലെയറും ടോപ്പ് ലെയറിലുമാണ് നമ്മൾ ഗോൾഡൻ എഫക്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗോൾഡൻ എഫക്റ്റ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അത് ഗോൾഡിന് അനുസൃതമായിട്ടുള്ള ഒരു ബേസ് കോട്ട് നമ്മൾ ഓൾറെഡി കേക്കിൽ കൊടുത്തേക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെറ്റാലിക് ഗോൾഡ് കളർ ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ഞാൻ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കളറൊന്നും ആയിട്ടില്ല, ഒരു ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് ആയിട്ടേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ യെല്ലോ കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മാജിക് കളേഴ്സിൻ്റെ ഒരു ഡ്രോപ്പ് കൊടുത്താൽ മതിയാകും. ഇനി അതുകൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം നമുക്ക്. എപ്പോഴും നമ്മളിതുപോലെ സിൽവർ എഫക്റ്റ്, ഗോൾഡ് എഫക്റ്റ് ഒക്കെ നമ്മൾ കേക്കിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് യോജിക്കുന്ന ഒരു ബേസ് കോട്ട്, അതിന് യോജിക്കുന്ന കളറിലുള്ള ഒരു ബേസ് കോട്ട് ഓൾറെഡി കൊടുത്തിട്ട് വേണം അതിൻ്റെ മേളിൽ നമ്മൾ ആ ഒരു എഫക്റ്റ് കൊടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ കറക്റ്റ് നമുക്ക് ആ ഒരു ഗോൾഡൻ എഫക്റ്റ് നല്ലതുപോലെ തന്നെ കേക്കിൽ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ എയർ ബ്രഷൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഡയറക്റ്റ് വേണമെങ്കിലും കൊടുക്കാം. അല്ലാതെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിലും കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇപ്പം ഞാനത് കളർ മിക്സ് ചെയ്തു. ഈ ഒരു ലൈറ്റ് ഷെയ്ഡാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാനിതിലേക്ക് വീണ്ടും ഒരു 3-4 ഡ്രോപ്പ് മെറ്റാലിക് ഗോൾഡ് വീണ്ടും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ ക്രീം ഫുള്ളായിട്ട് കളർ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് മതിയാകും നമുക്ക് കേക്കിൽ കൊടുക്കാനായിട്ട്. അപ്പോൾ അത് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. കേക്കിൽ എയർ ബ്രഷിന് പകരം ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള ഗോൾഡൻ ഡസ്റ്റാണ്. ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഒരു ടൈപ്പാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 585 രൂപയാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഗോൾഡൻ എഫക്റ്റ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം പ്രാക്ടിക്കൽ ആവുമെന്ന് അറിയില്ല, നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഈ ഒരു ക്രീമിൻ്റെ ബേസ് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തേക്കാണ് ഈ ഒരു ഡസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഞാനിവിടെ 9 ഇഞ്ചിൻ്റെ കേക്ക് നല്ലതുപോലെ തന്നെ ലെയർ ചെയ്ത് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ പുറകിലോട്ടാക്കിയാണ് വെച്ചിട്ടുള്ളത്, സെൻറ്റർ ഭാഗത്തല്ല വെച്ചിട്ടുള്ളത്, കുറച്ചൊന്ന് പുറകിലേക്ക് ആക്കിയാണ് വെച്ചിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ ഫ്രണ്ടിൽ നമുക്ക് കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്യാനുള്ളത് കൊണ്ടാണ് കുറച്ച് പുറകിലേക്ക് ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 3kgയുടെ ബേസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതുപോലെ പൈപ്പിംഗ് ബാഗിൽ നമ്മൾ കളർ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്രീം വെച്ച് കേക്ക് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ കേക്ക് നല്ലോണം ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലുള്ള സൈഡ് സ്ക്രാപ്പർ, കോമ്പിൻ്റെ ഷേപ്പിലുള്ള സൈഡ് സ്ക്രാപ്പർ വെച്ചിട്ട് ഞാൻ സൈഡ് ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്, ഒരു കോമ്പ് എഫക്റ്റ് വരാനായിട്ട്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ കട്ടായി പോയതാണ്. അപ്പോൾ അതത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബേസ് നല്ലതുപോലെ തന്നെ ഒന്ന് ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ബ്രഷോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ എന്തെന്ന് വെച്ചാൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം പിന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ അടുത്ത ബേസ് ഏറ്റവും മേളിലെ ടോപ്പ് ലെയർ എടുത്തിട്ടുണ്ട്, അതും നമുക്കൊന്ന് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി സെൻറ്ററിൽ വരുന്ന ടയർ നമുക്ക് വൈറ്റ് കളർ ക്രീം കൊണ്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ടയേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നല്ലതുപോലെ ക്രീം കൊടുത്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്ത് വെച്ച ആ ഒരു ബോട്ടം ലെയർ അല്ലേ, അതെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു ഗോൾഡൻ ഡസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ബോട്ടിൽ പുറകിലേക്ക് പിടിച്ചിട്ട് വേണം, കേക്കിൻ്റെ അടുത്തേക്ക് പിടിച്ചിട്ടല്ല, നല്ലോണം പുറകിലേക്ക് പിടിച്ചിട്ട് വേണം അതൊന്ന് പ്രസ് ചെയ്ത് ആ ഒരു ഡസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഈവനായിട്ട് ചിലപ്പോൾ കിട്ടണമെന്നില്ല. പലയിടത്തും പല രീതിയിലായിരിക്കും. ചിലയിടത്ത് കുറച്ച് ഡാർക്കായിട്ടും ചിലയിടത്ത് കുറച്ച് ലൈറ്റ് ഷെയ്ഡിലൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരുപാട് നമുക്ക് ഡസ്റ്റ് വേസ്റ്റായി പോകും. കാരണം നമ്മൾ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് എല്ലായിടത്തും ഈവനായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഡസ്റ്റ് സ്പ്രേ ചെയ്യേണ്ടി വരും. അപ്പോൾ കുറേയൊക്കെ അങ്ങനെ പാറിപ്പോയിട്ട് നമുക്കത് വേസ്റ്റേജ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ എയർ ബ്രഷ് ഇല്ലാത്തവർക്ക് ഈ ഒരു ടെക്നിക്കും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ കേക്ക് ഒന്ന് ചരിച്ച് പിടിച്ച് കൊടുത്തിട്ട് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ താഴ്ഭാഗത്തെല്ലാം നല്ലതുപോലെ ഡസ്റ്റായി കിട്ടാനായിട്ടാണ്. അതുപോലെ തന്നെ മേളിലും കേക്കിൻ്റെ മേളിലും ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു കേക്ക് എല്ലായിടത്തും ഈവനായിട്ട് ഞാൻ ഗോൾഡൻ ഡസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റാം. അതിനുശേഷം നമ്മൾ ഏറ്റവും ടോപ്പ് ലെയറിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കേക്കില്ലേ, 5 ഇഞ്ചിൽ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു കേക്ക് എടുത്തിട്ട് അതും ഫുള്ളായിട്ട് നമ്മൾ ഗോൾഡൻ ഡസ്റ്റാണ് കൊടുക്കുന്നത്. അപ്പം ഞാനത് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അതും ഞാൻ ഫുള്ളായിട്ട് ഗോൾഡൻ ഡസ്റ്റ് കൊടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് റെഡ് റോസസും അതുപോലെ ഇങ്ങനത്തെ ഒരു ലീഫുമാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഈ ഒരു റോസിന് അതിൻ്റെ ഒരു ലീഫൊക്കെ മാറ്റിയതിന് ശേഷം ആ തണ്ട് എത്ര നീളത്തിനാണോ വേണ്ടത് അതിനനുസരിച്ച് അതിനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. തണ്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ നല്ലതുപോലെ തന്നെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. വാഷ് ചെയ്തിട്ട് അതിൻ്റെ തണ്ടിനെ ഫുള്ളായിട്ട് ക്ലിങ് റാപ്പ് ചെയ്തെടുക്കണം. ക്ലിങ് റാപ്പ് ചെയ്തതിന് ശേഷമാണ് കേക്കിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അല്ല ഡയറക്റ്റ് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പാടില്ല. ഇപ്പോൾ ഫ്ലവർ ഫുള്ള് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ലീഫും ചെറിയ ചെറിയ സ്റ്റെമ്മായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക്. ഇപ്പോൾ ഫ്ലവേഴ്സിൻ്റെ തണ്ടെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഇതുപോലെ ക്ലിങ് റാപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലീഫും ഞാൻ നന്നായിട്ടൊന്ന് ക്ലിങ് റാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് കേക്ക് എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പം നമുക്കിനി കേക്ക് സെറ്റ് ചെയ്യാം. അപ്പം ഞാനിവിടെ 3 ടയറും നല്ലതുപോലെ തന്നെ ഫിനിഷ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ സെറ്റാക്കി പുറത്തെടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ 2 ലെയറിൽ ഞാനിവിടെ ഗോൾഡൻ ഡസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വന്നിട്ട് വൈറ്റ് ക്രീമാണ് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് സ്റ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഈ ഒരു കേക്ക് സ്റ്റാക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഇതുപോലുള്ള പേപ്പർ സ്ട്രോയും പിന്നെ ഇതുപോലെ നീളത്തിനുള്ള സ്ക്യൂവറുമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ പേപ്പർ സ്ട്രോ നമുക്ക് ഈ ഒരു ഏറ്റവും താഴത്തെ ബേസിലേക്കൊന്ന് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം. ഒരു 3-4 പീസ് ഇതുപോലെ തന്നെ ഒന്ന് വെച്ചു കൊടുക്കണം. അതിനുശേഷം സെക്കൻഡ് ടയർ ഞാൻ ഒരു സ്ക്യൂവർ നടുവിലേക്ക് കുത്തിയിട്ട് ഇതുപോലെ സ്പാച്ചില കൊണ്ട് ആ ഒരു ബേസിനെ ഇങ്ങോട്ടേക്ക് ലിഫ്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ സെക്കൻഡ് ടയറിലേക്കും ഫസ്റ്റ് ടയറിലേക്കും സ്ട്രോ എത്തുന്ന കണക്കിന് ഈ ഒരു സ്ട്രോ കട്ട് ചെയ്ത് നമുക്ക് വെച്ചു കൊടുക്കാം. ഇനി ഒരു സെക്കൻഡ് ടയറിൻ്റെ മുകളിലേക്ക് നമുക്ക് ഏറ്റവും ടോപ്പ് ലെയർ വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ ലിഫ്റ്റ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുത്തി വെച്ചിട്ടുള്ള ആ ഒരു സ്ക്യൂവർ അതിൻ്റെ കറക്റ്റ് അളവിനൊന്ന് മുറിച്ചിട്ട് അതിലേക്ക് തിരികെ ഒന്ന് വെച്ച് കൊടുക്കണം. പിന്നെ ഇളകിപ്പോയിട്ടുള്ള ആ ഒരു ക്രീമിൻ്റെ പോർഷനിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതും ഒന്ന് ഗോൾഡ് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കേക്ക് നമ്മൾ 3 ടയർ നമ്മൾ സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫ്ലവർ വെച്ച് അറേഞ്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ 3 ലെയർ സ്റ്റാക്ക് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഫ്ലവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഏറ്റവും താഴെ ബേസിലായിട്ട് ഒരു 3 ഫ്ലവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ട് മേളിൽ റൈറ്റ് സൈഡിലായിട്ട് 2 ഫ്ലവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു പാറ്റേണിലാണ് ഞാൻ ഈ ഒരു ഫ്ലവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാനിവിടെ ഫ്ലവേഴ്സ് എല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലീഫ് അതേ ഒരു പാറ്റേണിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം.
ഇവിടെ മേൽഭാഗത്ത് ലീഫ് വെച്ചപ്പോഴത്തേനും കുറച്ച് ക്രീമൊന്ന് ഇളകിപ്പോയി. അതിനെ ഞാൻ കുറച്ച് ഡസ്റ്റ് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ ഈ കുറച്ച് തണ്ടൊന്ന് നീണ്ടു നിൽക്കുന്ന ലീഫെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. കുറച്ചുകൂടെ ഒന്ന് നീറ്റായിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലീഫ് ഒന്ന് അറ്റം ഒന്ന് നീണ്ടു നിൽക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത്. നമ്മുടെ കേക്ക് ഇവിടെ ഫുൾ അറേഞ്ച് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നെയിം എഴുതിയിട്ടുള്ള ഒരു ഫോണ്ടൻറ്റിൻ്റെ ടോപ്പറും അതുപോലെ തന്നെ കേക്കിൻ്റെ ബേസിൽ 15th വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് എഴുതിയിട്ടും വെക്കുന്നുണ്ട്. അപ്പോൾ അത് കേക്ക് ഡെലിവറി ചെയ്യുന്ന ടൈമിന് മാത്രമേ സെറ്റ് ചെയ്ത് വെക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കേക്ക് ഫുള്ളായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ കൃത്യമായി തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഷീനൂസ് കിച്ചൻ.